ഹലോ ഗൈസ്, അങ്ങനെ ബിഗ് ബില്യൺ സെയിൽ ആമസോൺ സെയിലിൽ മേടിക്കാൻ പറ്റാത്തവർ വിഷമിക്കേണ്ട. വമ്പൻ ഡീലിൽ വന്ന ഫോൺസ് ഒന്നും മേടിക്കാൻ പറ്റാത്തവരും കിട്ടാത്തവരും വിഷമിക്കേണ്ട. നമുക്ക് അടുത്ത മാസം അടിപൊളി ഫോൺസ് വരുന്നുണ്ട്. കാരണം അത് ചൈനയിൽ വരുന്നുണ്ട്. ഡിസംബർ ജനുവരിക്കുള്ളിൽ ഇന്ത്യയിൽ തന്നെ വന്നിരിക്കും. മിക്കവാറും ഒക്ടോബർ നവംബർ ഡിസംബർ ഈ 3 മാസത്തിനുള്ളിൽ ഇന്ത്യയിൽ ഈ മാസം അടുത്ത മാസം ഇറങ്ങിയ ചൈനീസ് സ്മാർട്ട് ഫോൺസ് ഇന്ത്യയിൽ വരും. ആദ്യം തന്നെ പറയാം, സ്നാപ്ഡ്രാഗണിൻ്റെ 885 എന്ന് പറഞ്ഞ പ്രൊസസ്സർ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. 8 Gen 5 വരുന്നുണ്ട്, 885 വരുന്നുണ്ട്. ഇത് 8 വന്ന സമയത്ത് അത് 8 Gen 4 ആയിരുന്നു. ഈ വർഷം 8 Gen 5. എല്ലാവരും അത് ഫുൾ നെയിം പറയുന്നില്ലായിരുന്നു, 8 എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ വർഷം ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇനി തുരുതുരാ ഫോൺസ് വരുന്നുണ്ട്. ഇന്ത്യയിലോട്ട് ആദ്യം റിയൽമി ആയിരിക്കും വരാൻ പോകുന്നത്. റിയൽമിയുടെ GT8 സീരീസാണ്. എല്ലാത്തിനെ കുറിച്ച് ഞാൻ പറയാം. അങ്ങനെ പ്രൊസസ്സർ അത്യാവശ്യം 3 lakhന് മണ്ടയ്ക്കാണ് ആൻറ്റി ബെഞ്ച് മാർക്ക് സ്കോർ വന്നിരിക്കുന്നത്. അപ്പോൾ അടിപൊളി ഫോൺസുകൾ ഇനിയോട്ട് വരുന്നുണ്ട്. എന്തായാലും ആപ്പിളിനെ പൊട്ടിച്ചു. ആപ്പിളിനെ കാട്ടിലും ബെറ്റർ ആൻറ്റി ബെഞ്ച് മാർക്ക് സ്കോറും ഒക്കെ ആയിട്ടാണ് നമ്മുടെ സ്നാപ്ഡ്രാഗൺ 885 എന്ന് പറഞ്ഞ പ്രൊസസ്സർ വരുന്നത്. എന്തായാലും അടുത്ത മാസം തൊട്ട് നമുക്ക് ഇനി ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോണുകൾ കണ്ടു തുടങ്ങാം. ചൈനീസിലും ഇന്ത്യയിലുമായിട്ട്. ഇന്ത്യയിൽ റിയൽമി ആണ് വരുന്നത്. പ്രാവശ്യം റിയൽമി ആണ്. കഴിഞ്ഞ വട്ടവും റിയൽമി ആണ് 8 ആദ്യമായിട്ട് ഇന്ത്യയിൽ കൊണ്ടുവന്നത്. ഈ വർഷം ഇന്ത്യയിൽ ആദ്യമായിട്ട് റിയൽമി ആണ് കൊണ്ടുവരുന്നത്. എങ്ങനെ അവർ മാർക്കറ്റിനെ കീഴടക്കും നമുക്ക് നോക്കാം. കോഡ് കർവ് ഡിസ്പ്ലേ വെച്ചുകൊണ്ടിരുന്ന ഫോണുകളെല്ലാം ഈ വർഷത്തെ ടെക്നോളജി എന്ന് പറഞ്ഞാൽ അവരെല്ലാം ഫ്ലാറ്റ് ആക്കുവാണ്. അതെന്തായാലും അത്യാവശ്യം നല്ലൊരു കാര്യമാണ്. കാരണം ആൾക്കാർക്ക് സ്ക്രീൻ പ്രൊട്ടക്ടർ തപ്പി ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. കാരണം ചിലർക്ക് ഗ്ലൂ ഇപ്പോൾ കോഡ് കർവ് ഡിസ്പ്ലേ ഉള്ള ഫോണും എഡ്ജ് ഫോൺസിനും ഒക്കെ സ്ക്രീൻ പ്രൊട്ടക്ടർ ഭയങ്കര അപകടമാണ്. കാരണം അതിൻ്റെ ലിക്വിഡ് ഒഴിച്ചിട്ട് ചെയ്യുമ്പോൾ അകത്തോട്ട് കയറിയിട്ട് ഫോൺ ഡാമേജ് ആവുന്നുണ്ട്, വാറണ്ടി കിട്ടുന്നില്ല. പലർക്കും ഇങ്ങനത്തെ ഇഷ്യൂ വരുന്നുണ്ട്. ഈ വർഷം ഇനി വരാൻ പോകുന്ന ഫോണുകൾ, അടുത്ത വർഷത്തേക്കുള്ള ഫോണുകൾക്കെല്ലാം ഇനി തൊട്ട് ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്. ചുരുക്കം ചില ഫോണുകളിൽ കണ്ടാലേ ഉള്ളൂ ഇനി കോഡ് കർവ് ഡിസ്പ്ലേ. ഞാൻ പറയാൻ പോകുന്ന ഫോണുകളിൽ എല്ലാ ഫോണുകളും ഫ്ലാറ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ പല ഫോണുകളും ഓൾറെഡി ഫ്ലാറ്റിലാണ് വന്നിരുന്നത്. ഈ വർഷവും ഫ്ലാറ്റ് ഡിസ്പ്ലേ ആയിട്ടാണ് വരുന്നത്. ആദ്യം തന്നെ പറയുന്ന ഫോൺ എന്ന് പറഞ്ഞാൽ ഒപ്പോയുടെ സീരീസ് ഫോണാണ്. ഒപ്പോയുടെ X8 അത്യാവശ്യം ഒപ്പോയുടെ വൺ ഓഫ് ദി ബെസ്റ്റ് സീരീസ് ആയിരുന്നു. ഒപ്പോയുടെ X8 ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫോൺസ്. ഒപ്പോയുടെ സീരീസിൽ ഒപ്പോ റിനോ സീരീസിൽ ഈ വർഷം അടിപൊളി ഫോൺസ് ഇറക്കി. അതുപോലെ ഒപ്പോ X8 വില കുറഞ്ഞ് വന്നായിരുന്നു. ഇടയ്ക്ക് ഒരു 42-43 ഒക്കെ X8 വന്നിട്ടുണ്ട്. അതിൻ്റെ അടുത്ത ജനറേഷൻ വന്നിട്ടുണ്ട് X9ഉം X9 പ്രോയും. പ്രോയിനോട് എനിക്ക് താല്പര്യമില്ല. ഹസാബ്ലാഡിൻ്റെ ക്യാമറ വരുന്നുണ്ട്, അതെല്ലാം അടിപൊളി തന്നെയാണ്. ഈ വർഷം 200 മെഗാപിക്സലിൻ്റെ ക്യാമറാസ് ആയിരിക്കും വരാൻ പോകുന്നത്. പെലിസ്കോപ്പിക് ലെൻസ് ആണ്. ഹസാബ്ലാഡിൻ്റെ ക്യാമറ തന്നെയാണ് ഈ വർഷവും വരാൻ പോകുന്നത്. പിന്നെ ഡയമണ്ട് സിറ്റിയുടെ 9500 എന്ന് പറഞ്ഞ പ്രൊസസ്സറാണ്. അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ 888 മണ്ടയ്ക്ക് നിൽക്കും. 888 Gen 5ൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന ഒരു പ്രൊസസ്സറായിട്ടാണ് വരുന്നത്. അത്യാവശ്യം 2 lakhന് മണ്ടയ്ക്ക് ആൻറ്റി ബെഞ്ച് മാർക്ക് സ്കോർ കിട്ടുന്ന ഒരു പ്രൊസസ്സറായിട്ടാണ് ഈ വർഷം വരാൻ പോകുന്നത്. കളർ OS 16 വരുന്നത്. പിന്നെ ആൻഡ്രോയിഡ് 16 7500 mAh ബാറ്ററിയാണ് വരുന്നത്. മിക്കവാറും 90 വോൾട്ടിൻ്റെ ചാർജർ അല്ലെ 100 വോൾട്ടിൻ്റെ ചാർജർ അങ്ങനെ പ്രോയിൽ ഇങ്ങനെ 2 രീതിയിലാണ് വരാൻ പോകുന്നത്. എന്തായാലും X9 200 മെഗാപിക്സൽ വരുന്നുണ്ട്. ആ സീരീസിൽ തന്നെ എല്ലാത്തിലും വരുന്നുണ്ട്. അപ്പോൾ ഈ വർഷം എല്ലാ ഫോണുകളിലും 200 മെഗാപിക്സലിൻ്റെ കളികളാണ് വരാൻ പോകുന്നത്. ചൈനയിൽ എല്ലാം ഒരുമിച്ചായിരിക്കും ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. കളർ വോയിസും കാര്യങ്ങളും എല്ലാം വരുന്ന ഒരു സീരീസാണ് ഒപ്പോയുടെ X9 സീരീസ്. ഇന്ത്യയിൽ മിക്കവാറും ഡിസംബറിനുള്ളിൽ തന്നെ വരും. ഡിസംബർ ജനുവരി ക്കുള്ളിൽ തന്നെ ഇന്ത്യയിൽ വരും ലോഞ്ച് ചെയ്യുന്നത്. 10,000 രൂപയ്ക്ക് ഒരു പുതിയ ഫോൺ തപ്പുന്നവരാണെങ്കിൽ മോട്ടോയുടെ വരുന്നുണ്ട്. മോട്ടോ G06 പവർ എന്ന് പറഞ്ഞ ഫോണാണ് വരുന്നത്. 6.8 ഇഞ്ചിൻ്റെ ഒരു 120 ഹെർട്സിൻ്റെ HD+ ഡിസ്പ്ലേ വരുന്നുണ്ട്. ഒരു 50 മെഗാപിക്സലിൻ്റെ AI പവേർഡ് ക്യാമറ വരുന്നുണ്ട്. പിന്നെ ഹീലിയോ G85 എന്ന പ്രോസസ്സർ, 7000 mAh ബാറ്ററി. അത്യാവശ്യം 10,000 രൂപയ്ക്ക് കിട്ടാവുന്നതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ബാറ്ററി ലൈഫ് ഫോണെന്ന് എനിക്ക് പറയാം. എല്ലാവരും ഈ സെക്കൻഡറി ഫോണായിട്ടും ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് ബാറ്ററി ലൈഫാണ് വേണ്ടത്. അവർക്ക് പറ്റിയൊരു ഫോണാണ് G പവർ എന്ന് പറഞ്ഞ ഫോൺ. അത്യാവശ്യം നല്ലൊരു ഫോണാണ്. സ്പെക്സ് എല്ലാം കണ്ടിട്ട് നല്ലതാണ്. അടുത്ത മാസം എന്തായാലും അത് ലോഞ്ച് ചെയ്യുന്നുണ്ട്. അത് ഓൾറെഡി ഇന്ത്യയിൽ തന്നെയാണ് ലോഞ്ച് ചെയ്യുന്നത്, ചൈനയിലല്ല. ഇന്ത്യയിൽ അത് ലോഞ്ച് ചെയ്യും. മിക്കവാറും ഫ്ലിപ്കാർട്ടിൽ അടുത്ത മാസത്തിനുള്ളിൽ തന്നെ വരും. ഒരു 10,000 റേഞ്ചിലാണ് വരാൻ പോകുന്നത്. 2 വേരിയൻറ്റ് ചിലപ്പോൾ കാണും. 10,000 താഴെ ഒരു 12,000-നകത്ത് തന്നെ നിൽക്കും അതിൻ്റെ സെക്കൻഡ് വേരിയൻറ്റും. അത്യാവശ്യം നല്ലൊരു ബാറ്ററി ലൈഫ് ഉള്ള ഒരു സെക്കൻഡറി ഫോൺ നിങ്ങൾക്ക് വേണമെങ്കിൽ, വലിയ പെർഫോമൻസ് ഇല്ല, ഒരു ബേസിക് യൂസേജിന് അത്യാവശ്യം നല്ലതാണ്. പിന്നെ മോട്ടോയുടെ OS കൂടെ വരുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ലൊരു ക്യാമറ സ്പെക്സ് വെളിപ്പെടുത്തിയിട്ടില്ല. നമുക്ക് വരുന്ന വഴിക്ക് നമുക്ക് നോക്കാം. ഇത്രയും വെച്ചിട്ട് നോക്കുമ്പോൾ നിങ്ങളൊരു ബാറ്ററി ലൈഫ് ഉള്ള സെക്കൻഡറി ഫോൺ നോക്കുന്നവർക്ക് അടുത്ത ഫോണെന്ന് പറഞ്ഞാൽ എല്ലാവരും ചീത്തപ്പേര് വന്നൊരു ഫോണാണ് ലാവ. ഇന്ത്യയുടെ ലാവ ഫോണെന്ന്, ലാവ അഗ്നി 4 എന്ന് പറഞ്ഞ ഫോണാണ് വരാൻ പോകുന്നത്. ഒത്തിരി പേര് ബംഗാളികളൊക്കെ യൂസ് ചെയ്യുന്നുള്ളൂ, അല്ലാതെ നല്ല ആൾക്കാർ ആരും യൂസ് ചെയ്യുന്നത് കണ്ടിട്ടില്ല. പക്ഷേ ഈ പ്രാവശ്യം അവർ തിരിച്ചു പിടിക്കാൻ പോവാണ്. ഒരു ഫ്ലാഗ്ഷിപ്പ്, ഒരു മീഡിയം 30,000 പ്രൈസ് റേഞ്ചിൻ്റെ സ്പെക്സും 15,000, 17,000, 20,000 രൂപയ്ക്ക് അണ്ടറിൽ തരുമെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. ലാവ അഗ്നി 4. നമുക്ക് സ്പെക്സ് നോക്കാം. 6.7 ഇഞ്ചിൻ്റെ ഒരു 120 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. മീഡിയ ടെക്കിൻ്റെ A350, അതൊരു 30,000 റുപ്പീസിന് വെക്കുന്ന ഫോണാണ്. അത് 20 കൺട്രി തന്നു കഴിഞ്ഞാൽ നല്ലൊരു ഡീലാണ്. 15,000 രൂപയ്ക്കൊക്കെ വന്നു കഴിഞ്ഞ്
വൺ ഓഫ് ദി ബെസ്റ്റ് ഡീലുള്ള ഒരു പ്രോസസ്സറാണ് 8350 എന്ന പ്രോസസ്സർ. 8 GB റാം വരുന്നുണ്ട്. പിന്നെ 50 MB ഡുവൽ റിയൽ ക്യാമറ വരുന്നുണ്ട്. പിന്നെ 16 MB ഫ്രണ്ട് ക്യാമറ, പിന്നെ 7000 mAh ബാറ്ററി. അപ്പോൾ അത്യാവശ്യം ലാഭം ഒരു നല്ല ബ്രാൻഡായിട്ട് മാറാൻ പോവാണ്. നല്ലൊരു സ്പെക്സ് ആണിത്. ഇന്ത്യയിൽ അടുത്ത മാസം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വരുമ്പോൾ നോക്കാം. ഇന്ത്യൻ ഫോണായിട്ട് നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ലാവ അഗ്നി 4 എന്ന് പറഞ്ഞാൽ ഫോൺ അത്യാവശ്യം കുഴപ്പമില്ല. പക്ഷേ സർവീസും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നോക്കണം നിങ്ങൾ. എന്തായാലും വരുമ്പോൾ ഞാനിതൊരു അടുത്ത മാസം ലോഞ്ച് ചെയ്യുന്ന ഫോണിലിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രോസസ്സർ കേട്ടിട്ട് എനിക്ക് അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാരണം 8350 എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ഡയമണ്ട് സെറ്റിയുടെ പ്രോസസ്സറാണ്. കാരണം 30,000 വെക്കുന്നൊരു പ്രോസസ്സർ എടുത്ത് 25,000 to 30,000 വെക്കുന്ന പ്രോസസ്സറാണിത്. 30ക്ക് മണ്ടയ്ക്കുള്ള ഫോൺസിൽ ഇത് വന്നിട്ടുണ്ട് 8350. അപ്പോൾ ഇതൊരു 15,000-17,000 രൂപയ്ക്ക് അകത്ത് കിട്ടുവാണെങ്കിൽ ഞെട്ടിക്കുവാണെങ്കിൽ നല്ലതല്ലേ. പിന്നെ ഡുവൽ 50 MP. പിന്നെ എന്തായാലും ഫുൾ HD OLED പാനൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം ജെട്ടിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് എന്തായാലും വരുമ്പോൾ നോക്കാം. അടുത്ത മാസവും ഈ ബാറ്ററിയുടെ കളികളാണ് വരാൻ പോകുന്നത്. ഇനി അങ്ങോട്ടുള്ള വർഷങ്ങളെല്ലാം ബാറ്ററി ഇങ്ങനെ കൂട്ടി കൊണ്ടുവരും. 7,000, 8,000, 10,000. അടുത്ത വർഷം റിയൽമി 16 mAh ബാറ്ററി ഉള്ള ഫോൺ ലോഞ്ച് ചെയ്യുന്നതാണ് പറയുന്നത്. അതൊരു പ്രൊഡക്റ്റീവായിട്ട് ലോഞ്ച് ചെയ്യും. ഇപ്പോൾ ഒരു പ്രോട്ടോടൈപ്പായിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പല റിവ്യൂസേഴ്സ് അത് എടുത്ത് റിവ്യൂ ചെയ്തിട്ടുണ്ട്. കാരണം അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് റിയൽ ലൈഫിലോട്ട് വരാൻ പോവാണ്. 10,000. നിങ്ങൾക്ക് ഒരാഴ്ച കഴിഞ്ഞിട്ട് ബാറ്ററി ചാർജ് ചെയ്താൽ മതി. വേറെ ഫോൺ ഉണ്ടെങ്കിൽ അതിനെയും ചാർജ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ സ്പെക്സും കാര്യങ്ങളൊന്നും നോക്കണ്ട. ബാറ്ററി ലൈഫ് വേണ്ടവർക്ക് ഇങ്ങനത്തെ ഫോൺ എടുക്കുക. പക്ഷേ ഇനി ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോണിൽ ഇനി കൂടി വന്നുകൊണ്ടിരിക്കും. ഇനിയിപ്പോൾ അടുത്ത മാസം വരാൻ പോകുന്ന ഫോണിലെല്ലാം മിനിമം 6,500 മണ്ടക്കോട്ടാണ് ബാറ്ററി ലൈഫ് വന്നേക്കുന്നത്. ഈ വർഷം വരെ വന്ന ഫോണിൽ ഫ്ലാഗ്ഷിപ്പ് കില്ലേഴ്സിലെല്ലാം 6,000, ഇച്ചൂടെ താഴ്ന്ന ഫോൺസിലെല്ലാം 7,000 mAh, 7,100, 7,500 വരെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് കൂടി വരും. അടുത്ത വർഷം എന്തായാലും അടിപൊളി ഫോൺസാണ്. ഈ ഒക്ടോബറിൽ വരാൻ പോകുന്ന ഫോൺസിൽ 7,000 മണ്ടക്കോട്ടാണ് ചില ഫോൺസിൽ വന്നേക്കുന്നത്. നമുക്ക് നോക്കാം. അടുത്ത ഫോൺ എന്ന് വെച്ചാൽ റിയൽമി ഫോണാണ്. റിയൽമിയുടെ GT സീരീസ് അത്യാവശ്യം നല്ല രീതിയിൽ മൂവിങ് ആയിട്ടുള്ള സീരീസാണ് റിയൽമിയുടെ GT P സീരീസും. ആകെ 2 സീരീസ് റിയൽമിക്ക് വിറ്റ് പോകുന്നുള്ളൂ. ഇപ്പോൾ OS കുറച്ചുകൂടെ ബെറ്റർ ആക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അവർ അപ്ഡേറ്റ് കൂടെ കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു കാലഘട്ടത്ത് നമ്പർ 1 നമ്മുടെ ഒരു ചൈനീസ് സ്മാർട്ട് ഫോണിൽ ഷവോമിക്ക് മണ്ടയ്ക്ക് നിന്നൊരു ഫോണാണ്. ഇന്ത്യയിലെ നമ്പർ 1, നമ്പർ 2ൽ നിന്നൊരു ഫോൺ കമ്പനികളാണ് ഷവോമി, റിയൽമി. അവരിപ്പോൾ വളരെ താഴ്ന്നു പോയി. ഷവോമി പിന്നെ ഫ്ലാഗ്ഷിപ്പിൽ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് അവരുടെ റെഡ്മി സീരീസ് ഓഫ്ലൈൻ സ്റ്റോഴ്സിൽ വെക്കുന്നതുകൊണ്ടാണ് അവർക്ക് അത്രയും ഇടി വന്നത്. കാരണം വില കൂട്ടിയാണ് വിൽക്കുന്നത് ഓഫ്ലൈൻസിൽ. ഓൺലൈനിലേക്ക് അങ്ങനെ സ്പെഷ്യലീസ് പാക്കേജ് ഒന്നുമില്ല. അവിടെയാണ് ഈ മോട്ടോ കയറി കളിക്കുന്ന ഒരു കാര്യം. കാരണം മോട്ടോറോള നല്ലൊരു പാക്കേജാണ് അവിടെ തരുന്നത്. നമുക്ക് GT സീരീസ് വരാൻ പോകുന്നത്. GT 8 സീരീസ് ആണ് വരാൻ പോകുന്നത്. പിന്നെ ഇത് നല്ലൊരു സ്പെക്സ് ആണ് കണ്ടിട്ട്. 2K ഡിസ്പ്ലേ വിത്ത് 144 Hz റിഫ്രഷിംഗ് റേറ്റ്, ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ വിത്ത് AMOLED കോപ്പയ്ക്ക് ടെലിഫോട്ടോ ലെൻസ് വരുന്നുണ്ട്. സ്നാപ്ഡ്രാഗണിന്റെ 8 Elite 5 പ്രോസസ്സറാണ് വരുന്നത്. 7,000 mAh ബാറ്ററിയാണ് വരുന്നത്. ഇതൊരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോണാണ്. GT സീരീസിൽ ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു ആദ്യം ലോഞ്ച് ചെയ്യാൻ പോകുന്ന 8 Elite 5 പ്രോസസ്സർ വെച്ച് വരാൻ പോകുന്ന ഒരു ഫോണാണ്. ഈ അടുത്ത മാസമാണ് ലോഞ്ച് വേണ്ടി വെച്ചേക്കുന്നത്. ഫസ്റ്റ് 8 Elite 5 ഫോണുമായിട്ടാണ് വരാൻ പോകുന്നത്. ഇന്ത്യയിൽ ഒരു കഴിഞ്ഞ വർഷവും അവർ തന്നെയാണ്, റിയൽമി തന്നെയായിരുന്നു 8 Elite കൊണ്ടുവന്നത്. ആദ്യമായിട്ട് ഇന്ത്യയിൽ 8 Elite കൊണ്ടുവന്നത് GT സീരീസിൽ തന്നെയാണ് കൊണ്ടുവന്നത്. GT സീരീസ് 7 സീരീസിലാണ് അവർ കൊണ്ടുവന്നത്. 8 സീരീസിലും അതുപോലെ തന്നെ അടുത്ത ഒക്ടോബറിൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. GT 8 എന്ന് പറഞ്ഞ ഫോൺ അത്യാവശ്യം 8 Elite 5 വെച്ച് 7,000 mAh ബാറ്ററി വെച്ച് വരുന്ന ഒരു ഫ്ലാഗ്ഷിപ്പ് കില്ലർ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഫോണാണ്. ആദ്യം തന്നെ നിങ്ങൾക്ക് 8 Elite 5 മേടിക്കണമെങ്കിൽ എടുക്കാവുന്ന ഒരു ഫോണാണ്. അത്യാവശ്യം സ്പെക്സ് ഒക്കെ കൊള്ളാം. ക്യാമറ എങ്ങനെ ഉണ്ടെന്ന് വരുമ്പോൾ നമുക്ക് നോക്കാം. കാരണം ഇങ്ങ് ചൈനയിൽ 17 സീരീസ് ലോഞ്ച് ചെയ്തായിരുന്നു. പക്ഷെ അത് ഒഫീഷ്യൽ ലോഞ്ച് ആയിട്ട് വന്നില്ല. അടുത്ത മാസമാണ് ഒഫീഷ്യൽ ലോഞ്ച്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം 15T ഇറക്കിയതുള്ളൂ. അത് അത്യാവശ്യം ഓൾമോസ്റ്റ് ഒരു അടിപൊളി ഫോണാണ്. പക്ഷേ ഇന്ത്യയിലോട്ടില്ല ആ ഫോൺ. ഡയമണ്ട് സെറ്റ് വെച്ച് വരുന്നൊരു ഫോണാണ്. അപ്പോൾ അത് ഇന്ത്യയിലില്ല. അത്യാവശ്യം അത് 40 മണ്ടയ്ക്കൊക്കെ ഇന്ത്യയിൽ ഇറക്കി കഴിഞ്ഞാൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഫോണായിട്ട് പോകാൻ പറ്റുന്ന ഒരു ഫോണാണ് 15T. അത് ഞാൻ പറയുന്നില്ല, കാരണം അത് നമുക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ ഫോണിനെ കുറിച്ച് പറയുന്നില്ല. അപ്പോൾ 17 സീരീസ് ഓൾറെഡി അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വന്നെന്നാണ് പറയുന്നത്. പക്ഷേ ലോഞ്ച് ഇവൻ്റ് ഒന്നും നടന്നിട്ടില്ല. അടുത്ത മാസമാണ്. എല്ലാവർക്കും കിട്ടിത്തുടങ്ങിയിട്ടുണ്ട്. ചൈനയിലുള്ള മിക്ക ആൾക്കാർക്കും അത് കിട്ടിത്തുടങ്ങിയിട്ടുണ്ട്. 17 ഉണ്ട്, 17 Pro ഉണ്ട്, 17 Pro Max. എല്ലാം ആപ്പിളിൻ്റെ കൂട്ട് തന്നെ. റെക്ടാങ്കിൾ ടൈപ്പ് ബാക്കിലെ ക്യാമറ മൊഡ്യൂളാണ് വന്നേക്കുന്നത്. നമ്മൾ 3 ക്യാമറ ഉണ്ട് അതിലുണ്ടെങ്കിലും അത് താഴെയാണ് വന്നേക്കുന്നത്. ചെറിയ രീതിയിലാണ് വന്നേക്കുന്നത്. 3 50 MP ക്യാമറയാണ്. പിന്നെ ബാക്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഡിസ്പ്ലേ പോലെ, റെക്ടാങ്കിൾ ഡിസ്പ്ലേ പോലെ, നത്തിങ് ഒക്കെ തന്ന പന്ന ഡിസ്പ്ലേ അല്ല, അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേ ആണ് വന്നേക്കുന്നത്. നിങ്ങൾക്ക് അത് വെച്ചിട്ട് 4K 8K 30 FPS നമുക്ക് സെൽഫി വീഡിയോ, ആദ്യമായിട്ട് സെൽഫി വീഡിയോയിൽ 8K 30 FPS എടുക്കാൻ സാധിക്കും. ഇത് ഫ്രണ്ട് ക്യാമറ അല്ല, റിയൽ ക്യാമറ വെച്ചിട്ടാണ് നമുക്ക് 8K 30 FPS എടുക്കാൻ സാധിക്കുന്നത്. നല്ലപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആയിട്ടാണ് വന്നേക്കുന്നത്. ഇതിന് കേസ് എന്ന് പറഞ്ഞൊരു ഗെയിമിംഗ് കൺസോൾ ഉള്ള ബാക്കിൽ നമുക്ക് യൂസ് ചെയ്ത് അതൊരു 700 mAh ബാറ്ററി ആയിട്ടാണ് വരുന്നത്. നമുക്ക് പവർ ബാങ്ക് ആയിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം. അത് വെച്ചിട്ട് നമുക്ക് ബാക്കിൽ നല്ല രീതിയിലുള്ള ലൈറ്റ് ഗെയിംസ് ഒക്കെ കളിക്കാം. ആംഗ്രി ബേർഡ്സ് പോലത്തെ ഗെയിംസ് ഒക്കെ നമുക്ക് അത് വെച്ച് യൂസ് ചെയ്ത് കളിക്കാൻ സാധിക്കും. അത്യാവശ്യം ഞാൻ നോക്കിയിട്ട് നല്ലൊരു ഫോണാണ്.
നിങ്ങൾക്ക് അങ്ങനെയൊക്കെ യൂസ് ചെയ്തൊരു വെറൈറ്റി രീതിയിലൊക്കെ പോകണമെങ്കിൽ നിങ്ങൾക്ക് പണ്ടത്തെ ഗെയിമിംഗ് കൺസോൾ എനിക്ക് ഓർമ്മ വരുന്നു. അപ്പോൾ അതൊക്കെ വെച്ച് നിങ്ങൾക്ക് ഗെയിമൊക്കെ കളിച്ചിരിക്കാം. അടിപൊളി ഫോണാണ്. എനിക്ക് 17 ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ച് 6.3 ഇഞ്ചിൽ വരുന്ന ഏറ്റവും നല്ല ബാറ്ററി ലൈഫ് ഉള്ള ഫോണായിട്ട് മാറാൻ പോവാണ്. ഗെയിമും കളിക്കാം. ഗെയിം കൺസോള് ചെറിയ രീതിയിൽ പണ്ടത്തെ ഗെയിം കൺസോൾ ഇല്ല, അതുപോലത്തെ ചെറിയ സ്ക്രീനും അതുമായിട്ടാണ് വരുന്നത്. അപ്പം നിങ്ങൾക്ക് ഗെയിമും കളിക്കാം. അപ്പം അതും എല്ലാം കൂടെ ചേർത്ത് അടിപൊളിയായിട്ടുണ്ട് സാധനം. പക്ഷേ എത്രത്തോളം യൂസ്ഫുൾ ആണെന്ന് നിങ്ങൾ പറ. കാരണം ഈ ബാക്കിൽ ഡിസ്പ്ലേ വരുന്ന ഫോൺ എനിക്ക് വലുതായിട്ട് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നില്ല. ഇതിൽ വരാൻ പോകുന്ന 17 ബാക്കിൽ ഡിസ്പ്ലേ ഇല്ല, 3 ക്യാമറയാണ്. 50 മെഗാ പിക്സലിന്റെ ട്രിപ്പിൾ ക്യാമറയാണ് വരുന്നത്. 6.3 ഇഞ്ചിന്റെ LTP OLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സിന്റെ ഡിസ്പ്ലേ. 8 Elite 5 എന്ന് പറഞ്ഞ പ്രോസറാണ് വരുന്നത്. ക്യാമറ ലൈക്കയുടെ ക്യാമറയാണ് വരുന്നത്. പിന്നെ അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ് ഉണ്ട്. IP69 റേറ്റിംഗ്, 7000 mAh ബാറ്ററി വിത്ത് 100 വാട്ടിന്റെ ചാർജർ. അത്യാവശ്യം 17 കേട്ടിട്ട് നല്ലൊരു സ്പെക്സ് ആണ്. കാരണം ഈ വർഷം ഐഫോൺ ഒരു പെർഫെക്റ്റ് രീതിയിൽ വന്നുകൊണ്ട് ഈ വർഷം ബാറ്ററിയിൽ കോംപ്രമൈസ് ഒന്നും 17 കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് 6.3 ഇഞ്ചിന് ഡിസ്പ്ലേ വരുന്ന ഒരു കോമ്പാക്ട് ഫോൺ വേണമെങ്കിൽ, നല്ല ബാറ്ററി ലൈഫും വേണമെങ്കിൽ ഇത് വെയിറ്റ് ചെയ്തോ. 17 സീരീസ് സൂപ്പർ എന്ന് എനിക്ക് പറയാൻ സാധിക്കും. കാരണം ലൈക്കയുടെ കൊളാബറേഷനിൽ വരുന്ന ക്യാമറയാണ്, അത്യാവശ്യം അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് ലോഗിൽ തന്നെ എടുക്കാം. പിന്നെ 8K 30 fps എടുക്കാം ബേസ് വേരിയന്റിൽ തന്നെ. പിന്നെ 17 പ്രോയിൽ വരുമ്പോഴും സെയിം കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. ബാക്കിൽ ഒരു റെക്ടാങ്കിൾ ഡിസ്പ്ലേ വരുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലും 6500 mAh ആണ് പ്രോയിൽ വന്നേക്കുന്നത്. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. ഇപ്പം നിലവിൽ അറിയാൻ പറഞ്ഞ സ്പെക്സ് 6500 ആണ് പ്രോയിൽ വന്നേക്കുന്നത്. 7500 ആണ് നമുക്ക് പ്രോ മാക്സിൽ വന്നേക്കുന്നത്. അത് വമ്പൻ ഒരു ഫോണാണ്. ഇന്ത്യയിൽ മിക്കവാറും പ്രോ നമുക്ക് ഇല്ല. നമുക്ക് വരാൻ പോകുന്നത് 17 17 പ്രോ മാക്സും മാത്രമേ വരത്തുള്ളൂ. ഇവിടെ പ്രോ എന്ന് പറഞ്ഞ ഫോൺ ഇന്ത്യയിലോട്ടില്ല. അതുകൊണ്ട് നിങ്ങളത് പ്രതീക്ഷിക്കേണ്ട. പക്ഷേ 17 നല്ലൊരു പ്രൈസ് റേഞ്ച്, ഒരു 60 to 70 വന്നു കഴിഞ്ഞാൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഡീൽ എന്ന് പറയാം. കാരണം കോമ്പാക്ട് 6.3 ഇഞ്ചിൽ വരുന്ന 7000 mAh ബാറ്ററി വരുന്നൊരു ഫോണാണ്. ഇത് സത്യത്തിൽ X25 ഒരു എതിരാളിയാണ്, OnePlusന്റെ 13S ഒരു എതിരാളിയാണ്. അങ്ങനെ മൊത്തത്തിലുള്ള കോമ്പാക്ട് ഫോണുകൾക്കുള്ള ഒരു എതിരാളിയായിട്ടാണ്. 200 മിനിക്കൊക്കെ ഒരു നല്ലൊരു എതിരാളിയാണ്. കാരണം ഫ്ലാഗ്ഷിപ്പ് ലെവൽ പ്രോസർ തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട്. 8 Elite 5 എന്ന് പറഞ്ഞ പ്രോസർ. അത്യാവശ്യം നല്ലൊരു അടിപൊളി ഫോൺ എന്ന് എനിക്ക് പറയാം. 17 പ്രോ മാക്സ്. സെൽഫി ക്യാമറയും 50 മെഗാ പിക്സലാണ് വന്നേക്കുന്നത്. അവിടെ നമുക്ക് 4K 60 fps എടുക്കാം. റിയൽ ക്യാമറയിൽ 8K 30 fps, 4K 60 നമുക്ക് ലോഗിൽ ഫോട്ടേജ് എടുക്കാം. പിന്നെ 4K 120 fps വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അത് നമുക്ക് സിനിമാറ്റിക് മോഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം വരുമ്പോൾ. പിന്നെ ഷോമി പറയുന്നത് 17 പ്രോ മാക്സ് 219 ഗ്രാമിന്റെ വെയിറ്റ് ആയിട്ടാണ് വരുന്നത്. ഐഫോൺ 17 പ്രോ മാക്സിനേക്കാളും നല്ല വെയിറ്റ് കുറഞ്ഞ 7500 mAh ബാറ്ററി ആയിട്ടാണ് വരുന്നത്. എങ്ങനെയുണ്ടെന്ന് നമ്മൾ നോക്കാം. യൂസ്ഫുൾ ആയിട്ട് ആപ്പിളിനെ കോപ്പി അടിച്ചെങ്കിലും അവർ ആ ഒരു ഭാഗം യൂസ്ഫുൾ ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് വരുമ്പോൾ നോക്കാം എങ്ങനെ അത് പ്രാക്ടിക്കലി അത് യൂസ്ഫുൾ ആവുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് പറയാം. നമുക്ക് ഫ്ലിപ്പ് ഫോണിൽ അത് യൂസ്ഫുൾ ആവുമെന്ന് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് ബാക്കിലോട്ട് തിരിച്ച് വെച്ച് നോട്ടിഫിക്കേഷനും ചെറിയ ചെറിയ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കളിക്കാൻ വേണ്ടി, സമയം കളയാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ ബാക്ക് ഡിസ്പ്ലേ യൂസ് ചെയ്യാം. ബാറ്ററി ലൈഫ് പോകും, നമുക്ക് വേണമെങ്കിൽ ഓഫ് ചെയ്തിടാമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾ ആപ്പിളിൻ്റെ ലുക്കൊക്കെ വേണമെങ്കിൽ, എന്നാൽ ആൻഡ്രോയിഡ് വേണമെന്നുള്ളവർക്ക് ഇപ്പോൾ അടിപൊളി ഒരു ഡീലാണ്. അടുത്ത ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഫോണും അടുത്ത മാസം തന്നെയാണ് ജോയിൻ ചെയ്യുന്നത്. അത് ഓൾറെഡി ആൾക്കാർക്ക് ലീക്ക് ആയിട്ടുണ്ട്. അടുത്ത മാസം ചൈനയിൽ ഒഫീഷ്യലി ലോഞ്ച് ചെയ്യും. ഇപ്പം നിലവിൽ കുറേ പേർക്ക് കിട്ടിയിട്ടുണ്ട്. X300 സീരീസ് ആണ്. നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ക്യാമറയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന ഫോണുകളാണ്. വിവോയുടെ X100 ആയാലും X200 ആയാലും നല്ല ഡിമാൻഡുള്ള സീരീസാണ്. നമ്മളൊരു 1 ലക്ഷം രൂപ കൊടുത്ത് വിവോ ഫോൺസ് എടുക്കണമെന്ന് ചോദിച്ച കാലഘട്ടത്തിൽ നിന്ന് മാറി ഇപ്പോൾ നമ്മളെ കൊണ്ട് എടുപ്പിക്കുന്ന രീതിയിലോട്ടായിരിക്കുകയാണ്. അത്രയ്ക്ക് നല്ല ക്യാമറാസ്, സാംസങ്ങിനെക്കാട്ടിലും ബെറ്റർ ക്യാമറാസ് എന്ന് ഞാൻ പറയും. കാരണം ഫോട്ടോഗ്രാഫി ആയാലും വീഡിയോഗ്രാഫി ഇപ്പോഴും ആപ്പിളിൻ്റെ തൊട്ട് താഴെ തന്നെ ഉള്ളൂ. എന്നാലും സാംസങ്ങിനെക്കാളും ബെറ്റർ വീഡിയോഗ്രാഫി എനിക്ക് തോന്നുന്നു X200 പ്രോയിലുണ്ട്. അപ്പോൾ അതും ഈ പ്രാവശ്യവും വരുന്നുണ്ട്. അതിനേക്കാളും ബെറ്റർ രീതിയിലാണ്. ഈ വർഷം സിനിമാറ്റിക് മോഡിലൊക്കെ നമുക്ക് എടുക്കാൻ സാധിക്കും വീഡിയോഗ്രാഫി. X300 വരുന്നത്. ഈ വർഷം X300ഉം X300 പ്രോയും ഉള്ളൂ. കഴിഞ്ഞ വർഷമൊക്കെ അൾട്ര എന്ന് പറഞ്ഞൊരു സീരീസ് ഉണ്ട്. ഇന്ത്യയിലോട്ട് അതില്ലായിരുന്നു. ഈ പ്രാവശ്യം ചൈനയിലും ഇല്ല അൾട്ര. X300 അൾട്ര ചൈനയിലും ഇല്ല. X300ഉം. പക്ഷേ ക്യാമറാസ് എല്ലാം സെയിം ആണ്. 200 മെഗാ പിക്സൽ ഒരു ഡുവൽ 50 മെഗാ പിക്സൽ ക്യാമറയാണ്. ഇത് തന്നെയാണ് നമുക്ക് പ്രോയിലും അവൈലബിൾ ആയിട്ടുള്ളത്. കഴിഞ്ഞ വർഷം 50 ട്രിപ്പിൾ ക്യാമറയാണ് X300ൽ വന്നിരുന്നത്. X300 പ്രോയിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. പക്ഷേ ഈ വർഷം എല്ലാ ക്യാമറകളും നമ്മൾ X300 പ്രോയിലും X300ലും സെയിം ക്യാമറ സ്പെക്സ് ആണ് വരുന്നത്. ചില മാറ്റങ്ങൾ അവിടെ ഇവിടെയും വീഡിയോഗ്രാഫിയിൽ കാണും. ഇപ്പോൾ ഐഫോണിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലുമൊക്കെ മാറ്റം കാണാൻ സാധ്യത കുറവാണ്. എന്തായാലും ഈക്വലി ക്യാമറാസ് എല്ലാം സെയിം ആണ്. ഒരു 1.5K റെസൊല്യൂഷൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. LTPA പാനൽ 200 മെഗാ പിക്സലിൻ്റെ ഒരു പെരിസ്കോപ്പിക് ലെൻസ് ആണ് വരുന്നത്. പെലിസ്കോപ്പിക് ടെലിഫോട്ടോ ലെൻസ് ആണ് വരുന്നത്. ഡുവൽ ചിപ്പാണ് വരുന്നത്. നമുക്കറിയാമല്ലോ വിവോയുടെ V ചിപ്പ് ഉണ്ടല്ലോ, അതിൻ്റെ അടുത്ത സീരീസ് വരുന്നുണ്ട്. V ചിപ്പ് ഇമേജ് എഞ്ചിൻ്റെ ഒരു ചിപ്പാണ്.
പിന്നെ മീഡിയ ടെക്കിൻ്റെ 9500 എന്ന പ്രോസസ്സർ. അത്യാവശ്യം വിവോ എല്ലാ വർഷവും ഇറക്കുന്നത് ഡയമൻസിറ്റിയുടെ കൂടാണ്. ഈ വർഷവും ഡയമൻസിറ്റിയുടെ കൂടെ 9500 എന്ന പ്രോസസ്സറാണ് വരുന്നത്. പിന്നെ 6500 mAh ബാറ്ററി വിത്ത് 120 വോൾട്ടിൻ്റെ ചാർജർ, 200 മെഗാ പിക്സലിൻ്റെ ഒരു മെയിൻ സെൻസർ വരുന്നത്. ഈ മാസം വിവോ ആരാധകർക്ക് ഒരു സന്തോഷ വാർത്ത, നമുക്ക് ഇന്ത്യയിലോട്ട് ഒറിജിൻ OS വരാൻ പോവാണ്. വിവോയുടെ ഫൺ ടച്ച് OS ബെറ്റർ ആവാൻ പോവാണ്. ഫാർ ബെറ്റർ ആയിട്ട് കസ്റ്റമൈസേഷനൊക്കെ വന്നിട്ട് അടിപൊളി ഓക്സിജൻ OSനൊക്കെ ഇനി ഒരു എതിരാളിയായിട്ട് വരുവാണ്. ഇനിയിപ്പോൾ OnePlusഉം വിവോയും തമ്മിലൊക്കെ വലിയ ദൂരം കുറവായിരിക്കും. അപ്പോൾ നല്ലൊരു OSുമായിട്ടാണ് വരാൻ പോകുന്നത്. X200, X300 പ്രോയിലും മറ്റുള്ള വിവോ ഫോൺസിലെല്ലാം വരാൻ പോകുന്നത്. ആൻഡ്രോയിഡ് 16 ലോഞ്ചോട് കൂടി വിവോ X300 ലോഞ്ച് വേണ്ടി അവതരിപ്പിക്കും. ഒറിജിൻ OS ഗ്ലോബലി അവതരിപ്പിക്കാൻ പോകണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇനി ഒറിജിൻ OS കിട്ടും. അത്യാവശ്യം നല്ല ഫീച്ചർ പാക്ഡുള്ള OS ആണ് ഒറിജിൻ OS. കാരണം ഇപ്പോൾ ഇറങ്ങുന്ന ഫൺ ടച്ച് OS കൊള്ളാമെന്ന് പറയാനേ ഉള്ളൂ, അല്ലാതെ വലിയ ഫീച്ചേഴ്സും കാര്യങ്ങളും ഒന്നുമില്ല. ഇനി കുറച്ചുകൂടെ സ്മൂത്ത്നെസ്സും കസ്റ്റമൈസേഷനും നമുക്ക് ഇനി അവൈലബിൾ ആണ് ഒറിജിൻ OSൽ. അത് ഓൾറെഡി ചൈനയിൽ ഉണ്ടായിരുന്നു, അത് ഇന്ത്യയിലോട്ട് അതിൻ്റെ ഒരു 80% ഫീച്ചേഴ്സ് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. കാരണം ചൈനയിലുള്ളവർക്ക് യൂട്യൂബും കാര്യങ്ങളൊന്നും വേണ്ടല്ലോ, അപ്പോൾ അതിനനുസരിച്ച് അവിടെ ഇല്ല. ഇവിടെ വരുമ്പോൾ അത് നല്ല രീതിയിൽ മാറ്റങ്ങളുമായിട്ടാണ് വരാൻ പോകുന്നത്. അടിപൊളി ആയിട്ട് വരും എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ IQ ആരാധകർക്ക് ബഡ്ജറ്റ് ഫ്ലാഗ്ഷിപ്പ് ഫോൺ ആയിട്ടുള്ള അടുത്ത സീരീസ് വരുന്നുണ്ട്. 14 ഇല്ല, 14 സ്കിപ്പ് ചെയ്യുന്നുണ്ട്. കാരണം ചൈനീസിൽ അതൊരു മരണത്തിനെ സൂചിപ്പിക്കുന്ന ഒരു അക്കമായിട്ടാണ് കാണുന്ന 14. അതുകൊണ്ട് നേരെ 15 സീരീസിലോട്ടാണ് പോകുന്നത്. IQ ആയാലും OnePlus ആയാലും. ഇത് IQൻ്റെ 15 സീരീസ് വരാൻ പോവാണ്. നിങ്ങൾ 13 സീരീസും അടിപൊളി സീരീസ് ആയിരുന്നു. നിങ്ങൾ 13 എടുക്കാതിരിക്കുന്നവരെടുത്തോ. ഈ വർഷവും അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്നേ ഉള്ളൂ. അത്യാവശ്യം സിമിലർ ആയിരിക്കും. ബാക്കിൽ കുറച്ച് സെയിം ഡിസൈൻ തന്നെ, ബാക്കിൽ കുറച്ചൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട് കളേഴ്സിൽ, അത്രേ ഉള്ളൂ. നമുക്ക് അതിൻ്റെ സ്പെക്സ് നോക്കാം. 144 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ ആയിട്ടാണ് വരുന്നത്. 2K OLED ഡിസ്പ്ലേ വിത്ത് ടെലിഫോട്ടോ ലെൻസ് 50 മെഗാ പിക്സൽ. പക്ഷേ 50 മെഗാ പിക്സൽ തന്നെയാണ് ഈ വർഷവും. പക്ഷേ 100x സൂം വരുന്നുണ്ട്. സാംസങ്ങിൻ്റെ ഒക്കെ കൂട്ട് തന്നെ ഫ്ലാഗ്ഷിപ്പ് ലെവൽ എക്സ്പീരിയൻസുമായിട്ടാണ് വരുന്നത്. 100x സൂമൊക്കെ ആര് യൂസ് ചെയ്യുന്നു അറിയത്തില്ല, നമുക്ക് എന്തായാലും വരുമ്പോൾ നോക്കാം. ടെലിഫോട്ടോ ലെൻസ് ആണ് വരുന്നത്. 100x സൂം ഉണ്ട്, Q3 ഗെയിമിംഗ് ചിപ്പ് ഉണ്ട്. പിന്നെ ആൻറ്റി റിഫ്ലക്റ്റിംഗ് കോട്ടിംഗ് IQ പറയുന്നുണ്ട്. IQ OnePlus ഫോണുകളിൽ ആൻറ്റി റിഫ്ലക്റ്റിംഗ് കോട്ടിംഗ് വരും. സ്നാപ്ഡ്രാഗണിൻ്റെ 885 പ്രോസസ്സർ, ഒറിജിൻ OS 6 ആയിരിക്കും വരാൻ പോകുന്നത്. ബാറ്ററി ലൈഫിനെ കുറിച്ച് ഇതുവരെ പറഞ്ഞിട്ടില്ല. മിക്കവാറും 7000 mAh ആയിരിക്കും വരാൻ പോകുന്നത്. കഴിഞ്ഞ വർഷം 6000 അല്ലായിരുന്നു, ഒരു 10000 mAh കൂട്ടി ഈ വർഷം ഒരു 7000 mAh വരാൻ പോകുന്നത്. അതായത് ഒരു 60,000 അണ്ടറിൽ വരുന്ന ഒരു ഫ്ലാഗ്ഷിപ്പ് കില്ലർ ആയിട്ടായിരിക്കും വരാൻ പോകുന്നത്. OSും കൂടെ ബെറ്റർ ആകുമ്പോഴത്തേക്കും ഈ വർഷം ക്യാമറയിൽ കുറച്ച് ഇമ്പ്രൂവ്മെന്റ്സ് ചെയ്യുന്നുണ്ട് IQ കഴിഞ്ഞ വർഷത്തിന്റെ കൂട്ട് തന്നെ. കഴിഞ്ഞ വർഷം IQവിൽ നല്ലൊരു ക്യാമറയാണ് വന്നിരുന്നത്. ഈ വർഷം നല്ല ക്യാമറാസ് തന്നെയാണ് വരുന്നത്. ലോഗിലെടുക്കുക ഈ വർഷം. പിന്നെ 8K 30 fps കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു, ഈ വർഷം ഉണ്ട് 8K 30 fps. അത്യാവശ്യം ഡിസൈൻ കുറച്ച് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ബാക്കിലത്തെ കളേഴ്സിന് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഡിസൈൻ അതുപോലെ തന്നെ അതൊരു ഐഡന്റിക്കൽ ഡിസൈൻ ആയിട്ട് തന്നെ IQ കാണുന്നുണ്ട്. കാരണം IQവിൻ്റെ ഫോണുകൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈൻ ആയിട്ടാണ് അവർ കാണുന്നത്. അതിന് മാറ്റമൊന്നുമില്ല. എന്തായാലും വരുമ്പോൾ നമുക്ക് നോക്കാം. അടുത്ത പറയാൻ പോകുന്നത് OnePlus 15 ആണ്. 14 ഇതുപോലെ സ്കിപ്പ് ചെയ്തിട്ട് OnePlus 15ലോട്ടാണ് വരുന്നത്. OnePlus 15 വരുമ്പോൾ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വർഷം ഹസാബ്ലാഡിന് വിട പറഞ്ഞേക്കുവാണ്. ഹസാബ്ലാഡുമായിട്ട് കൊളാബ് ചെയ്യുന്നില്ല. അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഈ വർഷത്തെ ക്യാമറ ഹസാബ്ലാഡുമായിട്ട് പോകുമ്പോൾ നല്ലതാവോ ചീത്തയാവോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഈ വർഷം ഈ OnePlus ഇമേജ് എഞ്ചിൻ കൊണ്ടുവരുന്നുണ്ട്. ഒരു ഇമേജ് പ്രോസസ്സിങ് ചെയ്യാൻ പറ്റുന്ന ഒരു എഞ്ചിനുമായിട്ടാണ് വരുന്നത്. വിവോ ചിപ്പ് പോലെ തന്നെ OnePlusൻ്റെ ഒരു ഇമേജ് എഞ്ചിനായിട്ടാണ് വരുന്നത്. പിന്നെ 1.5K റെസൊല്യൂഷൻ LTPO പാനലാണ് വരുന്നത്. 50 മെഗാ പിക്സലിൻ്റെ ട്രിപ്പിൾ ക്യാമറയാണ് വരുന്നത്. 7500 mAh ബാറ്ററി, 120 വോൾട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ്, അലൂമിനിയം ഫ്രെയിം ആയിരിക്കും. 885 പ്രോസസ്സർ ആയിരിക്കും വരാൻ പോകുന്നത്. എന്തായാലും അത്യാവശ്യം ക്യാമറാസ് ഒക്കെ ബെറ്റർ ആക്കും എന്നാണ് തോന്നുന്നത്. കാരണം OnePlus എന്തെങ്കിലും ഇല്ലാതെ OnePlus അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. എന്തായാലും ഡിസൈൻ നോക്കുമ്പോൾ നമുക്ക് പണ്ടൊക്കെ ഇറങ്ങിയ OnePlusൻ്റെ 12R 12 ഒക്കെ ഇല്ലേ, 12ഉം 10R ഒക്കെ വന്ന അതേ ഡിസൈൻ പോലെ വരുന്നുണ്ട്. എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ പറ. പക്ഷേ ഡിസൈൻ ഇത് തന്നെയാണോ എന്ന് എനിക്ക് ഉറപ്പില്ല. കാരണം ഈ ഡിസൈൻ ആയിരിക്കും വരാൻ പോകുന്നത്. എന്തായാലും ചിലപ്പോൾ മാറ്റങ്ങളൊക്കെ വരാം, നമുക്ക് വരുമ്പോഴേ അറിയത്തുള്ളൂ. ഇപ്പോഴത്തെ ലീക്ക് ഇമേജിൽ ഇതൊക്കെയാണ് പറയുന്നത്. ഓൾറെഡി ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടില്ല ഈ മൊബൈൽ. ഇതും IQ 15 ലോഞ്ച് ചെയ്തിട്ടില്ല, അടുത്ത മാസമാണ് അത് വരുന്നത്. എന്തായാലും ഇപ്പോഴത്തെ ഡിസൈൻ എനിക്ക് പണ്ടത്തെ 10R ഒക്കെ ആയിട്ടാണ് തോന്നുന്നത്. 10R 10 സീരീസ് ഒക്കെ വന്ന സമയത്തുള്ള ഒരു ഡിസൈൻ പോലെയാണ് തോന്നുന്നത്. ക്യാമറയിൽ എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് വരുമ്പോൾ നോക്കാം. ബാക്കിയെല്ലാം കൊണ്ട് ഓൾമോസ്റ്റ് ആൻഡ്രോയിഡ് 16 തൊട്ട് എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അതിനെക്കുറിച്ച് വെറീഡ് ആവേണ്ട, എല്ലാം ടോപ്പ് ഓഫ് ദി ലൈൻ തന്നെ വെക്കും. ക്യാമറയുടെ കാര്യത്തിലേ ഉള്ളൂ എനിക്കൊരു ക്യാമറ ഡിസൈൻ എല്ലാ വർഷവും ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഈ വർഷം ഡിസൈൻ ചേഞ്ച് വരുന്നുണ്ട്. പിന്നെ 7500 mAh ബാറ്ററി, അത്യാവശ്യം നല്ല ബാറ്ററി ലൈഫുമായിട്ടാണ് വരുന്നത്. 6000 നേരെ ഒരു 1500 mAh കൂടെ കൂട്ടിയിട്ടുണ്ട്. എന്തായാലും നല്ലൊരു കാര്യമായിട്ട് തോന്നി. 2.5 days എങ്ങനെ നമുക്ക് ഈ പ്രോസസ്സർ എങ്ങനെ ബാറ്ററി മാനേജ്മെൻറ്റ് ചെയ്യുന്നു എന്ന് നോക്കാം. കാരണം ഇപ്പോൾ ആപ്പിളിൽ തന്നെ 3000 mAh ബാറ്ററിയായിട്ട് 6 മണിക്കൂർ 7 മണിക്കൂറൊക്കെ നമുക്ക് കിട്ടുന്നു.
അപ്പോൾ ഇതെങ്ങനെ മാനേജ് ചെയ്യുന്നുള്ളത് ബാറ്ററി എഫിഷ്യൻ്റ് ആണെന്നാണ് പറയുന്നത്. എന്തായാലും അത്യാവശ്യം ഇപ്പോൾ 888-ൻ്റെ പ്രൊസസ്സർ അതിൻ്റെ ലോഞ്ച്മെൻറ്റിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കുറച്ചുകൂടെ ബാറ്ററി എഫിഷ്യൻ്റ് ആക്കിയിട്ടുണ്ട് അവർ. സെയിം നാനോമീറ്റർ പ്രൊസസ്സറുമായിട്ടാണ് വന്നേക്കുന്നത്. കഴിഞ്ഞ വർഷത്തിനെക്കാട്ടിലും ഒരു പടിക്ക് എന്നാലും ഹൈ നമ്മുടെ 8 Gen 3 കമ്പാരിസൺ ചെയ്യുമ്പോൾ അതിനേക്കാൾ 8 Gen 3 ആയിട്ട് നോക്കുമ്പോൾ ഫാർ ബെറ്റർ ആയിരുന്നു 888. കാരണം ഒറ്റൊരു ചാട്ടത്തിലാണ് വന്നിരുന്നത്. ഈ വട്ടം 888-ൽ വന്നപ്പോഴത്തേക്ക് 888 Gen 5 വരുമ്പോൾ വലിയ ഡിഫറൻസ് ഇല്ല. ഒരു 10,000-20,000 വ്യത്യാസമേ വരുന്നുള്ളൂ. ഇതിപ്പോൾ മൾട്ടി സ്കോർ ആയാലും സിംഗിൾ സ്കോർ ആയാലും എന്തായാലും ആപ്പിളിനെ പൊട്ടിച്ചിട്ടുണ്ട്. അടുത്ത ഫോൺ എന്ന് പറഞ്ഞാൽ വിവോയുടെ V60 സീരീസ് ഉണ്ടല്ലോ, ഈ വർഷം ഇറങ്ങിയ V60 അത്യാവശ്യം കുഴപ്പമില്ലാത്ത സീരീസാണ്. അതിൻ്റെ V60e എന്ന് പറഞ്ഞ ഫോൺ, അതിനേക്കാളും കുറച്ചുകൂടെ പ്രൈസ് കുറച്ച് വരാൻ പോവാണ്. V60e 6.7 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD+ ഡിസ്പ്ലേ വരുന്ന 120 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ വരുന്ന ഒരു AMOLED കോഡ് കർവ് ഡിസ്പ്ലേ വരുന്ന ഒരു ഫോണും കൂടാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. പിന്നെ 200 MP പ്ലസ് 8 MP ആണ് റിയൽ ക്യാമറ, 50 MP ഫ്രണ്ട്, 7360 mAh ഡയമണ്ട് സിറ്റിയുടെ പ്രൊസസ്സറാണ് വരുന്നത്. അതൊരു പുതിയ പ്രൊസസ്സറാണ് വരുന്നത്. പിന്നെ UFS 3.1 സ്റ്റോറേജ് വരുന്നുണ്ട്, 6500 mAh ബാറ്ററി വിത്ത് 90 വാട്ടിൻ്റെ ചാർജറുമായിട്ട്, പിന്നെ IP6869. ഇത്രയൊക്കെയുള്ളൂ പറയാം. അടുത്ത മാസം ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഓൾമോസ്റ്റ് ഫോണുകൾ ഇന്ത്യയിലും ചൈനയിലുമായിട്ട് വരുന്ന ഫോണുകളെ കുറിച്ചെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടുക, ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്ത് വിടുക. കൂടുതൽ ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.